രാജ്യത്തെ പാക് പൌരന്മാരെ കണ്ടെത്തി തിരികെ അയക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രിമാരോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യ വിടാൻ പാക് പൌരന്മാർക്ക് നൽകിയ സമയം ഞായറാഴ്ച അവസാനിക്കാനിരിക്കെയാണ് നിർദ്ദേശം. ഇതിനിടെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് പാക് സേന പിടികൂടിയ BSF ജവാൻ PK സിംഗിനെ വിട്ടുകിട്ടാൻ ഇന്ത്യ ശ്രമം തുടരുകയാണ്. ഭർത്താവിന്റെ ജീവനിൽ ആശങ്കയെന്ന് കസ്റ്റഡിയിലുള്ള ജവാൻ PK സിംഗിന്റെ ഭാര്യ രജനി പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രീനഗറിലെത്തി. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ, അവന്തിപ്പോര, ബസന്ത്ഗഡ് തുടങ്ങിയ ഇടങ്ങളിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ സുരക്ഷാസേന വളഞ്ഞു. അതേസമയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സെനറ്റ് പ്രമേയം പാസാക്കി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി ഞങ്ങളുടെ 3 പ്രതിനിധികളാണ് ചേരുന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ജമ്മുകാശ്മീരിൽ നിന്ന്, വിനീത VG ഡൽഹിയിൽ നിന്നുണ്ട്, ശ്രീനാഥ് ചന്ദ്രനും ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, പാക് പൗരന്മാർക്ക് തിരിച്ചു പോകാൻ നൽകിയിരിക്കുന്ന ആ ഒരു സമയപരിധി അത് അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുഖ്യമന്ത്രിമാരും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക? ക്രിസ്റ്റീന, ഈ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരുന്ന കടുത്ത നടപടികൾ, നയതന്ത്ര നടപടികളുടെ ഭാഗമായാണ് പാക് പൗരന്മാരോട് ഉടൻ തന്നെ രാജ്യം വിടാനുള്ള നിർദ്ദേശവും അതിൻ്റെ സമയപരിധിയും നൽകിയത്. ആ സമയപരിധി ഞായറാഴ്ച അവസാനിക്കാൻ ഇരിക്കെയാണ് സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാക് പൗരന്മാർ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് ഉറപ്പാക്കണം. അവർ ഈ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ രാജ്യത്തു നിന്നും പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. സമാനമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ച 5 തീരുമാനങ്ങൾ, ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായി നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള നടപടികളും ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശവും. ഒപ്പം തന്നെ അതിർത്തി മേഖലയിലും ഈ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഇന്ത്യയിലെ പഞ്ചാബ് അതിർത്തിയിലുള്ള പോസ്റ്റുകളിൽ നടക്കുന്ന ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ്, അത് ആയിരക്കണക്കിന് കാണികളെ ആകർഷിക്കുന്ന ഒരു ചടങ്ങാണ്. പ്രത്യേകിച്ച് വാഗ അതിർത്തിയിൽ ഇന്ത്യ നടത്താറുള്ള ചടങ്ങ് എന്നുള്ളത്. എന്നാൽ ആ ചടങ്ങ് അത് ഒരു വളരെ ലഘുവായ ഒരു ചടങ്ങായി നടത്താനുള്ള തീരുമാനം BSF കൈക്കൊണ്ടിട്ടുണ്ട്. കൂടാതെ പാക് സൈനികർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭീകരരെ പിടികൂടുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഒളിത്താവളങ്ങൾ സേന വളഞ്ഞിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ജമ്മു കശ്മീരിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ അവർ ഒളിച്ചിരിക്കുന്ന മേഖല സംബന്ധിച്ചുള്ള ഏകദേശ വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സേനാ വിന്യാസം പുനഃക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഈ വനമേഖലയിൽ. ഏതാണ്ട് 50 കിലോമീറ്ററോളം അല്ലെങ്കിൽ അതിലേറെ വരുന്ന വനമേഖലയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ തെരഞ്ഞു കണ്ടെത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് എത്തിച്ചിരുന്നു. പീർ പഞ്ചാൽ മേഖലയിൽ ഭീകരർ ഒളിത്താവളമുണ്ട് എന്ന ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചുമുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ സ്ഥലത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത, പ്രത്യേകിച്ച് ഇടതിങ്ങി നിൽക്കുന്ന പൈൻമരക്കാടുകൾക്കുള്ളിൽ കാണുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയതാണ്. അത് മനുഷ്യരാൽ തന്നെ തെരച്ചിൽ നടത്തുക മാത്രമാണ് അതിന് വഴിയുള്ളത്. ഈ ഒരു മാർഗം തന്നെയാണ് സൈന്യം സ്വീകരിച്ചിരിക്കുന്നതും. കൂടുതൽ പേരെ, കൂടുതൽ CRPF ജവാന്മാരെ, ഒപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസിലെ കമാൻഡോകളെ വിന്യസിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ ഭീകര സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭിച്ച ഇടങ്ങളിൽ എല്ലാം തന്നെ സേനാവിന്യാസം ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ മേഖലകളിൽ ഭീകരവിരുദ്ധ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 ഇടങ്ങളിൽ ഇപ്പോൾ ഭീകരരുടെ ഒളിത്താവളം സൈന്യം വളഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റ് ഏതാണ്ട് 6 ഇടങ്ങളിൽ കൂടി നിലവിലിപ്പോൾ ഭീകരർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ജമ്മു കശ്മീർ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിൽ സജീവമായി തന്നെ ഭീകരർക്കെതിരായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഭീകരരെ തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ, അല്ലെങ്കിൽ രാജ്യത്തെ നടുക്കിയ ഈ ഒരു ഭീകരാക്രമണത്തിന്റെ തുടർച്ചയായി ഭീകരർക്കെതിരെ കടുത്ത നടപടിയെടുക്കുക എന്ന ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുരക്ഷാ ഏജൻസികൾ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് കശ്മീരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.